നമ്മുടെ സംസ്ഥാനത്തെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ സുരക്ഷയും ആരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളിലൊന്ന്. ഏതൊരു തൊഴിലാളിയുടെയും മൗലിക അവകാശമാണ് സുരക്ഷിതമായ തൊഴിലിടം എന്നത്. അതിനൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ വ്യാവസായിക പുരോഗതിയും ഉൽപ്പാദനക്ഷമതയും അത്യന്താപേക്ഷിതമാണ്. ആ നിലയ്ക്കാണ് 1975 വേളിയിൽ ഇത്തരമൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് നിർമ്മിച്ച് വിവിധങ്ങളായ സംരംഭങ്ങൾ ഈ പതിറ്റാണ്ടുകളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളികളുടെ ശാരീരിക മാനസിക ആരോഗ്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഏതൊരു സ്ഥാപനത്തിനും നിലനിൽപ്പുള്ളൂ. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന തൊഴിലിടങ്ങളിൽ അപകടങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുക വഴി ഉൽപ്പാദനവും തടസ്സമില്ലാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. സ്ഥാപനങ്ങളുടെ പ്രവർത്തന ചെലവ് കുറച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്താനും ഇതിലൂടെ സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക നട്ടെല്ലായ ചെറുകിട ഇടത്തരം വ്യവസായ മേഖലകളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നുള്ളത് സമയനഷ്ടമില്ലാതെ കൃത്യമായ ഉൽപ്പാദനം നടക്കാൻ കൂടി ഉചിതമാകും. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ആണ് എങ്കിലും ഇവിടെയാണ് പരിപാടിക്ക് വരുന്നത് എന്നറിഞ്ഞ് അന്വേഷിച്ചപ്പോൾ ഇവിടെയും പല സ്ഥാപനങ്ങളും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൻ്റെ ലൈസൻസും കാര്യങ്ങളും ഒന്നും എടുക്കാതെയുമുണ്ട്. സുരക്ഷ എന്ന് പറയുന്നത് തൊഴിലുടമകളായാലും തൊഴിലാളികളായാലും നമുക്ക് ഏറ്റവും പ്രധാനമാണ്. ഒരു അപകടം വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ കറക്റ്റീവ് മെഷേഴ്സ് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യമാണ്. എവിടെയെങ്കിലും ഒരു അപകടം നടന്നാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ ജാഗരൂകരായി വിജിലൻ്റായി എല്ലായിടവും പരിശോധനയും നടപടികളും ഒക്കെ കഴിയും. അത് കഴിഞ്ഞ് ഫയൽ ക്ലോസ് ചെയ്താൽ പിന്നെ അടുത്ത പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അതിനെക്കുറിച്ച് പലപ്പോഴും അന്വേഷിക്കുന്നത്. അത് പോരാ. ഓരോ മനുഷ്യൻ്റെയും സുരക്ഷ എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും തൊഴിലെടുക്കുന്ന ആളുകളുടെയും ആ സ്ഥാപനത്തിൻ്റെയും സുരക്ഷ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും മുഖ്യമായിട്ടുള്ളതാണ്. സംരംഭകർക്ക് ധൈര്യമായി നിക്ഷേപിക്കുവാനും തൊഴിലാളികൾക്ക് യാതൊരു ഭയവുമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യമാണ് നമുക്കൊരുക്കേണ്ടത്. അതിന് ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രീയമായ ഒത്തിരി പരിശീലനം ആവശ്യമാണ്. അതിനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അത്തരത്തിലൊരു പരിശീലനം കൂടിയാണ് നമ്മൾ ഈ പരിപാടിയുടെ ലക്ഷ്യമാക്കുന്നത്. നേരത്തെ തന്നെ കൊല്ലത്ത് വെച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളെ ചേർത്ത് നിർത്തി അവർക്ക് കൂടുതൽ പേർക്കും മനസ്സിലാവുന്ന ഭാഷ ഹിന്ദിയാണ്. ഹിന്ദിയിൽ തന്നെ അവർക്ക് പരിശീലനം നൽകിക്കൊണ്ട് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായ ചിട്ടയായ ആസൂത്രണത്തോടുകൂടി ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാത്തതുണ്ടെങ്കിൽ വോളണ്ടറി ആയിട്ട് അവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യം ഇപ്പോൾ ഒരുക്കുകയും ഒപ്പം തൊഴിലാളി സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഫാക്ടറിയുടെ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിലെ മാനദണ്ഡങ്ങൾ കർശനമാക്കിക്കൊണ്ട് നമ്മുടെ മൊത്തത്തിലുള്ള നന്മയ്ക്ക് സുരക്ഷിത പുതുയുഗ കേരളം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. തീർച്ചയായും കേരളത്തിൻ്റെ പ്രത്യേകിച്ചും സർക്കാരിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് എംപ്ലോയർ ഫ്രണ്ട്ലി ആൻഡ് എംപ്ലോയി ഫ്രണ്ട്ലി. തൊഴിൽ സംരംഭകരെയും തൊഴിലാളികളെയും ഒരുപോലെ ചേർത്ത് നിർത്തിക്കൊണ്ട് വ്യവസായ സംരംഭങ്ങൾ നിലവിലുള്ളത് വളരെ കാര്യമായി സംരക്ഷിക്കുകയും ആധുനിക കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടം കൂടിയാണ്. ഒരുപാട് പുതു വ്യവസായങ്ങൾ കേരളത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഒപ്പം തൊഴിലാളികളുടെ സുരക്ഷിതത്വവും അവരുടെ തൊഴിൽ അവകാശങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ട് സ്ഥാപനത്തിൽ നിർത്താൻ. അതിൽ തന്നെ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ നമ്മൾ അപേക്ഷ കൊടുത്ത് എത്രയെത്ര ഓഫീസിൽ കയറി ഇറങ്ങി എത്ര കാലം കഴിഞ്ഞാലാണ് ഒരു അനുമതി കിട്ടുന്നത്. അത് കുറയ്ക്കാൻ വേണ്ടി വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനവും അത് ഒഴിവാക്കാൻ വേണ്ടി സർട്ടിഫിക്കറ്റുകളെല്ലാം കൂടി ഒരു സോഴ്സിൽ നിന്ന് തന്നെ കിട്ടാൻ എന്നാ പരിശോധനകളെല്ലാം നടത്തുകയും ചെയ്തു. അത്ര ലളിതമായ രീതിയിൽ ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയുള്ള പദ്ധതികളും സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അത് സംരംഭകരെ സംരക്ഷിക്കുക എന്നുള്ളത് തീർച്ചയായും സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നയമാണ്. ഇപ്പോൾ ഓണക്കാലമാണ്. ഓരോ സ്ഥാപനങ്ങളിലേക്ക് ചെന്നാൽ സ്വാഭാവികം ഓണക്കാലത്ത് ഇപ്പോൾ കടകളിലൊക്കെ തന്നെ ഒരുപാട് പർച്ചേസ് നടക്കുന്ന കാലഘട്ടമാണ്. ഒരുപാട് തൊഴിലാളികളെ ഹയർ ചെയ്യും. ചില സ്ഥലത്തൊക്കെ തൊഴിലുവകുപ്പ് പരിശോധന നടത്തുമ്പോൾ നിയമമുണ്ട്, ചട്ടമുണ്ട്. പക്ഷേ നടക്കുന്നത് ചിലയിടത്തെങ്കിലും, എല്ലായിടത്തും അങ്ങനെയല്ല, ചിലയിടത്തെങ്കിലും മനുഷ്യത്വരഹിതമായിട്ടാണ്. കണ്ണിൽ എണ്ണയും ഒഴിച്ച്
അവിടെയൊക്കെ കേരളത്തിലെ തൊഴിൽ വകുപ്പ് കാവലിരിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഒരു വ്യക്തിയുടെ കൊണ്ട് നമുക്ക് തൊഴിലെടുപ്പിക്കാൻ കഴിയുന്നതിന് സമയമുണ്ട്, സാഹചര്യമുണ്ട്, അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. ആ പരിധി വിട്ട് ഒരിക്കലും നമ്മൾ ആരെയും കൊണ്ട് തൊഴിലെടുപ്പിച്ചില്ല. മനസ്സ് നിറഞ്ഞ് തൊഴിലാളി പണിയെടുക്കുമ്പോൾ മാത്രമേ സ്ഥാപനത്തിനും അഭിവൃദ്ധി ഉണ്ടാവൂ. ഒപ്പം തൊഴിലാളികൾക്കും ഈ സ്ഥാപനം തങ്ങളുടേതു കൂടിയാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായും നല്ല രീതിയിലൊരു തൊഴിലന്തരീക്ഷത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അത്തരമൊരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് തൊഴിൽ വകുപ്പ്, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ഒക്കെ ശ്രമിക്കുന്നത്. വിശിഷ്യ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതാണ്. സ്ഥാപനത്തിന് ഒരു കുറവും വരാതെ, ഒരു കുഴപ്പവും വരാതെ തൊഴിലാളികളുടെ തൊഴിൽ ചെയ്യുന്ന സുരക്ഷിതമായ ഇടങ്ങളാക്കി നമ്മുടെ എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും, ചെറുകിടമായിക്കോട്ടെ വലിയ വൻകിടമായിക്കോട്ടെ, എല്ലായിടത്തും ചെയ്യാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമാണ് സർക്കാർ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ പരിശീലന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.